ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൺട്രോൾ ഫ്ലോനെ പറ്റിയിട്ടാണ്. ഓക്കെ, കൺട്രോൾ ഫ്ലോ പറയുന്നതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ ഷോർട്ട് സർക്യൂട്ടിംഗ് ഇവാലുവേഷൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് കൺട്രോൾ ഫ്ലോയിലേക്ക് കിടക്കാം. ഷോർട്ട് സർക്യൂട്ടിംഗ് ഇവാലുവേഷൻ മീൻസ് ദാറ്റ് when evaluating a Boolean expression, you can stop as soon as you find the first condition which satisfy or negate the expression. നമ്മൾ ഈ ഷോർട്ട് സർക്യൂട്ടിംഗ് ഇവാലുവേഷൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ബൂളിയൻ എക്സ്പ്രഷൻ്റെ കൂടെയാണ്. ഓക്കെ, ബൂളിയൻ എക്സ്പ്രഷൻ്റെ കൂടെ യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വലിയൊരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആ കംപ്ലീറ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു പകുതിക്കൊക്കെ വെച്ചിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടുവാണെങ്കിൽ ബാക്കി റിമൈനിങ് പോർഷൻ ഓഫ് ദ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ സി പി യുവിൻ്റെ എക്സിക്യൂഷൻ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാതെ റിസൾട്ട് കിട്ടുന്നതിനെയാണ് ഷോർട്ട് സർക്യൂട്ടിംഗ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് ബൂളിയൻ എക്സ്പ്രഷൻ്റെ കൂടെയാണ്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കണ്ടിട്ടുണ്ട്, എ ലെസ് ദാൻ ബി ആൻഡ് ബി ലെസ് ദാൻ സി. ഈ ഒരു എക്സാമ്പിളിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, എയുടെ വാല്യൂ ബിയിനെക്കാട്ടും വലുതാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷനെ ഫോൾസ് ആയി, പിന്നെ അടുത്ത ബി ലെസ് ദാൻ സി എന്ന് പറയുന്ന കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യേണ്ട. കാരണം ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ഫൈനൽ റിസൾട്ട് ട്രൂ ആവും. ഇവിടെ ആദ്യത്തെ കണ്ടീഷനെ ഫോൾസ് ആയി, പിന്നെ സെക്കൻഡ് കണ്ടീഷൻ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. കാരണം എന്താണ്, ഒബ്വിയസ്ലി അത് ഫോൾസ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ തന്നെ തെറ്റിയാൽ മറ്റേ കണ്ടീഷൻ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, സിമിലർലി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ, എ ഗ്രേറ്റർ ദാൻ ബി ഓർ ബി ഗ്രേറ്റർ ദാൻ സി. ഓറിന്റെ കണ്ടീഷൻ പ്രകാരം ഏതെങ്കിലും ഒരു റിസൾട്ട് ട്രൂ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ റിസൾട്ട് ട്രൂ ആയിരിക്കും. ഫസ്റ്റ് കണ്ടീഷനിൽ തന്നെ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്ന റിസൾട്ട് ട്രൂ ആണെങ്കിൽ അടുത്ത ബി ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുന്ന റിസൾട്ട് നമ്മൾ നോക്കേണ്ട കാര്യം വരുന്നില്ല. എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ സി നോക്കേണ്ട കാര്യം വരുന്നില്ല. നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പോർഷൻ ഓഫ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമേ വരുന്നില്ല. ഇതാണ് ഷോർട്ട് സർക്യൂട്ടിംഗ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഇഫ് എ ഈക്വൽ ടു ബി ഓർ സി ഈക്വൽ ടു ഡി ഓർ ഇ ഈക്വൽ ടു എഫ്. ഈ കേസിൽ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ഈക്വൽ ടു ബി കണ്ടീഷൻ ശരിയാണെങ്കിൽ ബാക്കി സി ഈക്വൽ ടു ഡിയും ഇ ഈക്വൽ ടു എഫും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സിയുടെ വാല്യൂ എടുത്ത് ഡിയുടെ വാല്യൂ എടുത്ത് അത് തമ്മിൽ ഈക്വൽ ആണോ നോക്കി, അതുപോലെ ഇയുടെ വാല്യൂ എടുത്തു എഫിന്റെ വാല്യൂ എടുത്തു, അത് രണ്ടും ഈക്വൽ ആണോ നോക്കി. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആദ്യത്തെ കണ്ടീഷൻ തന്നെ ട്രൂ ആണെങ്കിൽ ഒബ്വിയസ്ലി എന്താണ്, ആ ഒരു ഓർ കണ്ടീഷന്റെ ബാക്കി റിസൾട്ട് എല്ലാം ട്രൂ. ബാക്കി റിസൾട്ടിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, കാരണം ഒന്ന് ട്രൂ ആയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ട്രൂ ആണ്, റിസൾട്ട് ട്രൂ ആണ്. ഓക്കെ, അതുപോലെ വേറൊരു എക്സ്പ്രഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഈ പോസ്റ്റ്ലി ടെസ്റ്റ് 1 ടെസ്റ്റ് 2 ടെസ്റ്റ് 3. 3 ഫംഗ്ഷൻസ് ആണ്, ടെസ്റ്റ് 1 ടെസ്റ്റ് 2 ടെസ്റ്റ് 3. ഇതിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്ത ശേഷം അതിൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ ബാക്കി രണ്ട് ഫംഗ്ഷനും ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ടൈം നമുക്ക് കുറഞ്ഞു കിട്ടും. ഓക്കെ, ഇത് വേറൊരു ടൈപ്പ് ഓഫ് എക്സാമ്പിൾ ആണ്. ഏത് ടൈപ്പ് എക്സാമ്പിൾ ആണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് ക്വസ്റ്റ്യൻ അതായത് മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമ്പിൾസ് എഴുതാം. ഓക്കെ, ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ടൈം സേവ് ചെയ്യുക എന്നാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ബെനിഫിറ്റ്. അതായത് നമ്മുടെ എക്സിക്യൂഷൻ ടൈം സേവ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യേണ്ട കേസ് വരുന്നില്ല. എക്സാമ്പിൾസ് ഡിവിഷൻ, ഡിവൈഡ് ബൈ 0 വരുന്ന കേസിൽ ഡിവൈഡ് ബൈ 0 ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഡിവൈഡഡ് ബൈ 0 ആണെങ്കിൽ നിങ്ങൾ ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമേ വരുന്നില്ല. കാരണം എന്താണ്, ഡിവൈഡ് ബൈ 0 ആണെങ്കിൽ മുകളിലുള്ള എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എന്ന് പറയുന്ന ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും. കാരണം അത് ചെയ്തതിന് ശേഷം ഡിവിഷന്റെ ഡിനോമിനേറ്റർ നോക്കുമ്പോൾ അത് 0 ആണെങ്കിൽ പിന്നെ നമ്മൾ ബാക്കി മുകളിൽ ചെയ്ത് അത്രയും ടൈം വേസ്റ്റ് അല്ലേ, അത് നമുക്കിവിടെ കുറക്കാൻ പറ്റും. ഇനി ചില കേസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ റൺ ടൈം എറർ ഒക്കെ വരുന്ന കേസ് വരാം. അപ്പോൾ ആ ഫുൾ ഇവാലുവേഷൻ ചിലപ്പോൾ റൺ ടൈം എറർ
ലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് 2 എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. കൂടുതലും ഇത് ബൂളിയൻ്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. ഡ്രോബാക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഈ ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു എക്സ്പ്രഷനൊക്കെ നമ്മളിങ്ങനെ ഷോർട്ട് കട്ട് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റിസൾട്ട് തന്നെ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ബൂളിയൻ്റെ കേസിലൊന്നും പ്രശ്നം വരുന്നില്ല. പക്ഷെ നമ്മൾ ചില കേസിലൊക്കെ നമ്മൾ എന്താണ് ഒരു ഇൻപുട്ടിനെ ചിലപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരിക്കും ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ, ചിലപ്പം വേറൊരു ഇൻപുട്ടിനെ അത് സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അങ്ങനെയുള്ള കേസിലൊക്കെ ഇത് ഡ്രോബാക്സ് ആയിട്ട് വരാം. ഇനി നെക്സ്റ്റ് കൺട്രോൾ ഫ്ലോ, ഓർഡർ ഓഫ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാമിനെയാണ് നമ്മൾ കൺട്രോൾ ഫ്ലോ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ സീക്വൻസിങ്, സെലക്ഷൻ, ഐട്രേഷൻ, പ്രൊസീജിയറൽ അബ്സ്ട്രാക്ഷൻ, റീകേർഷൻ, കൺകറൻസി, നോൺ ഡിറ്റർമിനൻസി ഇതിനെ പറ്റിയൊക്കെയാണ് പഠിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ സീക്വൻസിങ്ങിനെ പറ്റി പഠിക്കുന്നുണ്ട്, സെലക്ഷനെ പറ്റി, ഐട്രേഷൻ, റീകേർഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. സീക്വൻസിങ് എന്താണെന്ന് സിമ്പിളായിട്ട് അറിയാം. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു ഓർഡർ ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരിക്കാം, ബോട്ടം അപ്പ് അപ്രോച്ച് ആയിരിക്കാം, എങ്ങനെയുള്ളത്. അപ്പോൾ ആ ഓർഡറിനെയാണ് സീക്വൻസിങ്. ഓക്കെ, 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് സീക്വൻസ് ആയിട്ട് പോകുന്നതിനെയാണ് സീക്വൻസിങ് എന്ന് പറയുന്നത്. 1 by 1 ആയിട്ട് പോകുന്നത്. സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ചോയ്സ് ആണ്. ഇത് പ്രോഗ്രാം എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുക്കുമ്പോൾ എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, പ്രോഗ്രാം എക്സിക്യൂഷൻ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അത് ഈഫ് എൽസ് ഇതൊക്കെയാണ് സെലക്ഷന് വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഐട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ടൈംസ് നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നത് വരെ, അതാണ് ഐട്രേഷൻ. പ്രൊസീജിയറൽ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് സബ് റൂട്ടീൻസിന്റെ കേസാണ്, ഫംഗ്ഷൻസിന്റെ കേസ്. റീകേർഷൻ നിങ്ങൾക്കറിയാം എന്താണ്, ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുന്നതിനെയാണ് റീകേർഷൻ എന്ന് പറയുന്നത്. കൺകറൻസി എന്താണ്, 2 or 3 പ്രോഗ്രാം ഒരേ ടൈം എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് കൺകറൻസി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇന്റർലീവ്ഡ് ആയിട്ടായിരിക്കും പ്രൊസസ്സർ അത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. നോൺ ഡിറ്റർമിനൻസി എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ഓർഡർ അൺസ്പെസിഫൈഡ് ആയിരിക്കും. ഏത് ഓർഡറാണ് കമ്പൈലർ ചൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഓർഡർ ആയിരിക്കാം, ചിലപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി ഫോളോ ചെയ്യായിരിക്കും. അല്ലെങ്കിൽ എന്താണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു എക്സ്പ്രഷൻ്റെ കേസിൽ A+B+C എന്ന് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ കമ്പൈലർ B+C ആയിരിക്കും ആദ്യം ചെയ്യാം, അതിനുശേഷം ഒരു A ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു എക്സിക്യൂഷൻ ഓർഡർ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഓർഡർ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. അതാണ് നോൺ ഡിറ്റർമിനൻസി. ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് നമ്മൾ എത്തുമായിരിക്കും, പക്ഷേ അത് എങ്ങനെയാണ് നമ്മൾ എത്തിയെന്നുള്ള ഒരു ഓർഡർ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അതാണ് നോൺ ഡിറ്റർമിനൻസി. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് കൺട്രോൾ ഫ്ലോ. ഓക്കെ, നമ്മൾ സീക്വൻസിങ് അല്ലെങ്കിൽ സെലക്ഷൻ എന്നൊക്കെ പറയുന്നതിന് മുന്നേ നമുക്ക് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് കൺട്രോൾ ഫ്ലോനെ തന്നെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. സ്ട്രക്ചേർഡ് കൺട്രോൾ ഫ്ലോ ആൻഡ് അൺസ്ട്രക്ചേർഡ് കൺട്രോൾ ഫ്ലോ. സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് കൺട്രോൾ ഫ്ലോ തന്നെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് കോമൺ. ഓക്കെ, അൺസ്ട്രക്ചേർഡ് കൺട്രോൾ ഫ്ലോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ് ഓഫ് ഗോ ടു സ്റ്റേറ്റ്മെന്റ് ആൻഡ് ലാബൽഡ് സ്റ്റേറ്റ്മെന്റ് ടു ഇംപ്ലിമെന്റ് കൺട്രോൾ ഫ്ലോ. അൺസ്ട്രക്ചേർഡ് കൺട്രോൾ ഫ്ലോയിൽ നമ്മൾ ഗോ ടുവും ലാബൽഡ് സ്റ്റേറ്റ്മെന്റും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ഫ്ലോ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾക്കറിയാം, നിങ്ങൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ചെയ്യുമ്പോൾ 8086 ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സിയിലൊക്കെ നിങ്ങൾ ഗോ ടു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് അൺകണ്ടീഷണലി ഓർ കണ്ടീഷണലി ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അൺകണ്ടീഷണലി ആയിട്ടും ചെയ്യാം, കണ്ടീഷണൽ ആയിട്ടും ചെയ്യാം. എന്താണ് ഈ അൺകണ്ടീഷണൽ എന്ന് പറയുന്നത്? അതായത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ജമ്പ് L1 എന്ന് പറയുമ്പോൾ ഡയറക്റ്റഡ് ജമ്പ് ചെയ്യണം, അവിടെ ഒരു കണ്ടീഷൻ നോക്കുന്നില്ല. ജമ്പ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായാൽ L1 എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ലാബലിലോട്ട് നമ്മളെ പ്രോഗ്രാം ജമ്പ് ചെയ്തു പോകും. ഇനി ജമ്പ് നോൺ സീറോ എന്ന് പറയുകയാണെങ്കിൽ അത് കണ്ടീഷണലി ആണ്. നോൺ സീറോ ആണെങ്കിൽ ജമ്പ് ചെയ്യാം, ജമ്പ് നോൺ സീറോ ആണെങ്കിൽ L1 എന്ന് പറയുന്ന ആ ലൊക്കേഷനിലോട്ട് ജമ്പ് ചെയ്യാം. അതാണ് കണ്ടീഷണലിയും അൺകണ്ടീഷണലിയും. ഇനി സ്ട്രക്ചേർഡ് കൺട്രോൾ ഫ്ലോയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സീക്വൻസിങ്ങും സെലക്ഷനും ഐട്രേഷനും സബ് റൂട്ടീനും റീകേർഷനും ഒക്കെ സ്ട്രക്ചേർഡ് കൺട്രോൾ ഫ്ലോയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അൺസ്ട്രക്ചേർഡ് കൺട്രോൾ ഫ്ലോയിൽ ഗോ ടു സ്റ്റേറ്റ്മെന്റിനെ പറ്റിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓൾറെഡി നമുക്കറിയാം ഗോ ടു സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അൺകണ്ടീഷണലി കണ്ടീഷണലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇവിടെ ഫസ്റ്റ് എക്സാമ്പിളിൽ ജമ്പ് 30
ജമ്പ് 30 എന്ന് പറയുമ്പോൾ എന്താണ്, 30 എന്ന് പറയുന്ന ലേബലിലോട്ട് നമ്മളുടെ പ്രോഗ്രാം അൺകണ്ടീഷണലി ജമ്പ് ചെയ്ത് പോവാൻ. ബാക്കി അതിന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യാതെ 30 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്ത് പോവാൻ 30യിലുള്ള ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതൊരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിന്റെ ഒരു കോഡാണ്. ഇനി ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിൽ ഗോ ടു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഫോർട്രാനിൽ യൂസ് ചെയ്യുന്നുണ്ട്, സിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. if a less than b, if a less than b ആണെങ്കിൽ go to 10, അങ്ങനെയാണെങ്കിൽ 10ലോട്ട് പോകും. 10 is a statement label. ഓക്കെ, ഇവിടെ ജമ്പ് നോൺ സീറോ എന്നാണെങ്കിൽ അത് കണ്ടീഷണൽ ജമ്പാണ്. ജമ്പ് 30 എന്നാണെങ്കിൽ എന്താണ്, അൺകണ്ടീഷണൽ ജമ്പാണ്. ഓക്കെ, ഇനി സ്ട്രക്ചേർഡ് ഓൾട്ടർനേറ്റീവ്സ് ടു ഗോ ടു. നമ്മൾ പഴയ ലാംഗ്വേജസിലൊക്കെ ഗോ ടു യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പുതിയ ലാംഗ്വേജസ്, ഹൈ ലെവൽ ലാംഗ്വേജിലൊന്നും നമ്മൾ ഗോ ടു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. ഓക്കെ, അതായത് ജാവയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല ഗോ ടു സ്റ്റേറ്റ്മെന്റ്, ജാവയിൽ ഗോ ടു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നില്ല, അതുപോലെ പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ജാവയിൽ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ജാവ സിമ്പിൾ ആണ്, പവർഫുൾ ആണെന്ന് പറയാൻ കാരണം. സിമ്പിൾ ആണെന്ന് പറയാൻ കാരണം ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജാവയിൽ യൂസ് ചെയ്യുന്നില്ല. അതുകൂടാതെ ജാവയിൽ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെന്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, പോയിന്റേഴ്സും ഗോറ്റു ഒന്നും ഇല്ലാതെ തന്നെ ജാവയിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് 2 എക്സാമ്പിൾ മാത്രം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ജാവയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് യൂസ് ചെയ്തിട്ട്. അതുകൊണ്ടാണ് ജാവ സിമ്പിൾ ആൻഡ് പവർഫുൾ ആയി മാറിയത്. അതുപോലെ ജാവ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. ഓക്കെ ഓക്കെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. സ്ട്രക്ചേർഡ് ഓൾട്ടർനേറ്റീവ്സ് ടു ഗോ ടു എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ അൺസ്ട്രക്ചേർഡ് കൺട്രോൾ ഫ്ലോയിലാണ് നമ്മൾ ഗോ ടു യൂസ് ചെയ്തത്. ഓക്കെ, പക്ഷെ ഇപ്പൊ ന്യൂവർ ലാംഗ്വേജസിലൊന്നും ഗോ ടു യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ന്യൂവർ ലാംഗ്വേജസിൽ ഗോ ടുവിന് പകരമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. ഗോ ടു സ്റ്റേറ്റ്മെന്റ് ടു ജമ്പ് ടു ദ എൻഡ് ഓഫ് ദ കറന്റ് സബ് റൂട്ടീൻ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പഴയ ലാംഗ്വേജസിൽ ഗോ ടു ആണ് യൂസ് ചെയ്തത്. ഓക്കെ, മെയിനിന് നമ്മളൊരു സബ് പ്രോഗ്രാമിലേക്ക് പോയി, ആ സബ് പ്രോഗ്രാമിന് തിരിച്ച് മെയിനിലേക്ക് പോകണമെങ്കിൽ ഗോ ടു എന്ന് പറയുന്ന ലാബിൽ യൂസ് ചെയ്യണം. പക്ഷേ അതിന് പകരം നമ്മൾ സി പി പിയിലും ജാവയിലും സിയിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നില്ലേ? ഫംഗ്ഷൻ ഒന്ന് തിരിച്ചു പോകാൻ നമ്മൾ ഗോ ടു ആണ് യൂസ് ചെയ്യുന്നത്? അല്ല, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ നമ്മളിപ്പോൾ ഒരു ലൂപ്പിന്റെ മിഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാണ് എന്ത് യൂസ് ചെയ്യുന്നത്, അതായത് പഴയ ലാംഗ്വേജസിലൊക്കെ ഒരു ലൂപ്പിന്റെ മിഡിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തു, ഗോ ടു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തു. ഓക്കെ, പക്ഷെ ഇപ്പൊ എന്താണ് യൂസ് ചെയ്യുന്നത്, എക്സിറ്റോ ബ്രേക്കോ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും. അതുപോലെ ചില കോഡ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. പഴയ കാലത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അസംബ്ലി ലാംഗ്വേജസിലൊക്കെ എന്താ യൂസ് ചെയ്യുന്നത്, ഇപ്പൊ ഒരു നിങ്ങൾ 8086 8085 പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കോഡ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് വിചാരിച്ചു. അതായത് ഒരു പ്രൈം നമ്പർ ഒരു ഫിബനോസി സീരീസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോഡൊക്കെ എഴുതി ജമ്പ് കൗണ്ട് നോൺ സീറോ ആവുന്നത് വരെ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെയും ലാബിൽ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ അവിടെ ലൂപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്? അല്ല. അതായത് ഒരു പെർട്ടിക്കുലർ കോഡ് റിപ്പീറ്റഡ് ആയി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോ ടു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും. അതായത് എ പ്ലസ് ബി ഈക്വൽ ടു സി ഈക്വൽ ടു എ പ്ലസ് ബി ചെയ്തു, പിന്നെ ഡി ഈക്വൽ ടു എ പ്ലസ് ബി ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ജമ്പ് L1 എന്ന് പറഞ്ഞിട്ട് പിന്നെയും തിരിച്ച് എ പ്ലസ് ബി തന്നെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണമായിരുന്നു, പിന്നെയും ഒരു ഗോ ടു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണമായിരുന്നു. ഈ ഗോ ടു ഒരു 10 ടൈം, ഈ ഒരു പെർട്ടിക്കുലർ കോഡ് 10 ടൈം ചെയ്യണമെങ്കിൽ നമ്മൾ ഗോ ടു കൊടുത്ത് ആ ലേബലിലേക്ക് വീണ്ടും വീണ്ടും പോവേണ്ട ആവശ്യം വരുമായിരുന്നു. ഓക്കെ, പക്ഷേ നമ്മൾ മോഡേൺ ലാംഗ്വേജസിലൊക്കെ എന്താണ് യൂസ് ചെയ്യുന്നത്, റിപ്പീറ്റ്, ഒരു കോഡ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ലൂപ്പല്ലേ യൂസ് ചെയ്യുന്നത്. വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു കോഡ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ ലാംഗ്വേജസിൽ ഗോ ടു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതുപോലെ ബാക്കിയുള്ള കോഡൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തു. ജമ്പ് 30 എന്ന് പറയുമ്പോൾ ഇതിലോട്ട് നേരെ ചാടി. അതുപോലെ ചില കോഡ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിയിൽ യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. അതുപോലെ ഫോർട്രാനിൽ യൂസ് ചെയ്യുന്നത് സൈക്കിൾ. ഇതാണ് സ്ട്രക്ചേർഡ് ഓൾട്ടർനേറ്റീവ്സ് ടു ഗോ ടു എന്ന് പറയുന്നത്. ഗോ ടുവിന് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് നമ്മൾ സ്ട്രക്ചേർഡ് ലാംഗ്വേജസിൽ അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് കൺട്രോൾ ഫ്ലോയിൽ യൂസ് ചെയ്യുന്നത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്, എക്സിറ്റ്, ബ്രേക്ക്, ലൂപ്പ്, കണ്ടിന്യൂ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സെപ്ഷൻസ് ആണ്. അതുപോലെ ഗോ ടു പകരമായിട്ട്
പഴയ ലാംഗ്വേജസിൽ എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ, അതായത് ഒരു അസംബ്ലി ലാംഗ്വേജസിലൊക്കെ എവിടെയെങ്കിലും ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ കോഡിനെ അങ്ങ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ. പക്ഷേ മോഡേൺ ലാംഗ്വേജസിൽ എന്താണ്, അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലർ മെക്കാനിസം ഉണ്ട്. ഓക്കെ. മോഡേൺ ലാംഗ്വേജസിൽ നമ്മൾ ത്രോവും ക്യാച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ജാവ എലിമിനേറ്റ് ഗോ ടു ആൻഡ് പോയിന്റ്, ജസ്റ്റ് ജാവയുടെ ഒരു കാര്യം കൂടെ അവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തെന്നുള്ളൂ, നേരത്തെ പറഞ്ഞതാണ്. ഇനി അടുത്തത് രണ്ട് തരത്തിലുള്ള ഗോ ടു ഉണ്ട്. ലോക്കൽ ഗോ ടു ഉണ്ട്, നോൺ ലോക്കൽ ഗോ ടു ഉണ്ട്. ലോക്കൽ ഗോ ടു എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മളിപ്പോൾ ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നില്ലേ, ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നില്ലേ, അതുപോലെ ലോക്കൽ ഗോ ടു ആണെങ്കിൽ സബ് റൂട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ലാബിൽ ഗോ ടു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുവാണെങ്കിൽ അത് ലോക്കൽ ഗോ ടു ആണ്. മെയിനിലുള്ള, അതായത് ആ ഒരു ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു മെയിൻ ഫംഗ്ഷന്റെ പാർട്ടാണെങ്കിൽ ആ മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗോ ടു ആണ് എന്ത്, നോൺ ലോക്കൽ ഗോ ടു എന്ന് പറയുന്നത്. ആ പെർട്ടിക്കുലർ ഫംഗ്ഷന് ആ പെർട്ടിക്കുലർ ലാബൽ എന്ന് പറയുന്നത് നോൺ ലോക്കൽ ആയിരിക്കും. ഓക്കെ. ഫംഗ്ഷന്റെ ഉള്ളിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാബലാണെങ്കിൽ അത് ലോക്കൽ ഗോ ടു ആണ്. ആ പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഏത് മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിലാണോ ഉള്ളത്, ആ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ എന്തെങ്കിലും ലാബിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പെർട്ടിക്കുലർ ഫംഗ്ഷന് അത് നോൺ ലോക്കൽ ആയിട്ടുള്ള ഗോ ടു ആണ്. സെയിം കൺസെപ്റ്റ് തന്നെ ലോക്കൽ വേരിയബിളിന്റെ. ഇതാണ് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അൽഗോൾ 16, പാസ്കൽ ഒക്കെ എന്താണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതിൽ നിങ്ങൾ നോക്കിയേ, ഗോ ടു 100, ഇവിടെ ഫംഗ്ഷൻ സെർച്ച് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഒരു പ്രൊസീജിയർ സെർച്ച് ഫയൽ എന്ന് പറയുന്നൊരു പ്രൊസീജിയർ. ഇത് സെർച്ച് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ, അതിൻ്റെ ഉള്ളിലുള്ളൊരു സബ് റൂട്ടിനാണ് എന്ത്, സെർച്ച് ഫയൽ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ. അതിവിടെ ബിഗിൻ ചെയ്തു. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഗോ ടു 100 എന്ന് പറയുന്ന ഒരു ലാബിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഈ ഗോ ടു 100 എന്ന് പറയുന്നത് എന്താണ്, എങ്ങോട്ടേക്കാണ് ചാടുന്നത്, മെയിൻ ഇതിലോട്ട് ആണ്, പുറത്തേക്കാണ് വരുന്നത്. ഓക്കെ. ഈ ഗോ ടു എന്ന് പറയുന്നത് ഇതിന്റെ ലോക്കൽ ഗോ ടു ആണ്. ഓക്കെ. ഇത് ലോക്കൽ ഗോ ടു ആണ്. ഇനി നമ്മൾ ഇവിടെ ഒരു ഗോ ടു ലാബിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് പ്രൊസീജിയർ സെർച്ച് ഫയലിന്റെ നോൺ ലോക്കൽ ഗോ ടു ആണ്. ഇവിടെ എന്താണ്, ഗോ ടു ലാബിൽ എന്ന് പറയുമ്പോൾ മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന്, പ്രൊസീജിയർ എന്ന് പറയുന്ന സെർച്ച് ഫയൽ എന്ന് പറയുന്ന പ്രൊസീജിയറിന്റെ ഉള്ളിൽ നിന്ന് എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്തു, നമ്മൾ ബ്രേക്ക് ഒക്കെ കൊടുക്കുന്ന പോലെയാണ് ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു ഗോ ടു ആക്ടിവേറ്റ് ചെയ്തു. അതായത് ഗോ ടു 100 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ബ്രേക്ക് ചെയ്ത് ഇന്നർ ഫംഗ്ഷൻ ബ്രേക്ക് ചെയ്ത് പുറത്തു വരുന്നില്ലേ, അത് സെയിം ഒരു ഫംഗ്ഷനാണ് ഇവിടെ നടന്നത്. ഗോ ടു 100 എന്ന് പറയുമ്പോൾ 100 എന്ന് പറയുന്ന ഒരു ലാബലിലോട്ട് നമ്മളെ പ്രോഗ്രാം പോയി. അതിവിടെ 100 എന്ന് പറയുന്ന ഈ ഒരു ലാബലിലേക്ക് നമ്മളെ പ്രോഗ്രാം ജമ്പ് ചെയ്തു വന്നു. ഓക്കെ. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു എന്നുള്ളത് ഗോ ടുവിന്റെ ഒരു പ്രൊസീജിയർ കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് എന്താണ്, ഒരു മെയിൻ ഫംഗ്ഷനും ഒരു സബ് ഫംഗ്ഷനും കാണിച്ചിട്ട് സബ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ജമ്പ് ചെയ്തിട്ട് മെയിൻ ഫംഗ്ഷനിലേക്ക് പോവാം. ഓക്കെ. ബ്രേക്ക് ഒക്കെ ചെയ്യുന്നത് പോലെ. ഇനി നെക്സ്റ്റ് നമ്മൾ സീക്വൻസിങ് ആണ്. സീക്വൻസിങ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് സീക്വൻസിങ്, പർട്ടിക്കുലർ സീക്വൻസ്. ഓക്കെ. നമ്മൾ ഈ ബ്ലോക്ക് ഓഫ് കോഡ് എഴുതിയിരിക്കുന്നത് എവിടെയാണ്, സിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ എവിടെ എഴുതിയിരിക്കുന്നത്, കേളി ബ്രേസസിന്റെ ഉള്ളിൽ എഴുതും. ഓക്കെ. പല ലാംഗ്വേജസും പല മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് ബ്ലോക്ക് ഓഫ് കോഡ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ. നമ്മൾ സിയിൽ, CPP-യിൽ, ജാവയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കേളി ബ്രേസസ് ആണ്. ഡീലിമിറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേളി ബ്രേസസ് ആണ്. പാസ്കൽ മോഡുലാർ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത് ബിഗിൻ എൻഡ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ബിഗിൻ ആണ്, അത് കഴിഞ്ഞിട്ട് എൻഡ്. അതുപോലെ തന്നെയാണ് പാസ്കൽ മോഡുലാർ ലാംഗ്വേജസ് ബിഗിൻ എൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അഡാ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത് ഡിക്ലെയർ, അതിന്റെ കൂടെ ഡിക്ലെയർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ എക്സ്ട്രാ വരും, അതിനുശേഷം ബിഗിൻ എൻഡ് കൊടുക്കും. ഓക്കെ. ഡിക്ലെയർ, ബിഗിൻ എൻഡ്. ഇതാണ് സീക്വൻസിങ്. സീക്വൻസിങ് അത്ര കൂടുതലൊന്നും ഇല്ല, ജസ്റ്റ് എന്താണ്, ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ഇൻ സീക്വൻസ്, ഒരു സീക്വൻസ് ആയിട്ടാണ് നമ്മൾ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് ഓരോ ലാംഗ്വേജസിലും ആ ബ്ലോക്ക് ഓഫ് കോഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡീലിമിറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേളി ബ്രേസസ് ആയിരിക്കാം, ബിഗിൻ എൻഡ് ആയിരിക്കാം, ഡിക്ലെയർ, ബിഗിൻ എൻഡ് ആയിരിക്കാം. അത് ഡിപ്പെൻസ് ഓൺ ലാംഗ്വേജസ്. ഓക്കെ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്. സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ പഠിച്ചതാണ്. സെലക്ഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ഡെഫിനിഷനൊക്കെ എഴുതുക. അതുകൂടാതെ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് സിയിൽ, CPP-യിൽ, ജാവയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈഫ് എൽസ്, എൽസീഫ് ലാഡർ, സ്വിച്ച്, ഇതിൻ്റെയൊക്കെ സിൻടാക്സ് നിങ്ങൾക്കറിയാം. അതൊന്നും ഇനി ഇവിടെ മെൻഷൻ ചെയ്യേണ്ട
കാര്യം വരുന്നില്ല. ഇനി അതർ അല്ലാതെ കുറച്ച് ലാംഗ്വേജസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സിൻടാക്സ് ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈഫും എൽസും ഒക്കെ നിങ്ങൾ എഴുതുക. ഇതിന്റെ കൂടെ സിയിലും സി പി പിയിലും ജാവയിലും ഒക്കെ വരുന്നത് അതാണ് ഈ ഒരു ഇതിൽ എഴുതിയിരിക്കുന്ന സിയിലും സി പി പിയിലും ജാവയിലും യൂസ് ചെയ്തിരിക്കുന്ന ഈഫിന്റെ സിൻടാക്സും ആണ് ഇവിടെ മെൻഷൻ ചെയ്തത്. ഇനി അതുപോലെ എന്താണ് ജാവയിലും സെയിം സിൻടാക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അഡ എന്ന് പറയുന്ന ലാംഗ്വേജസിൽ നമ്മൾ എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് എഴുതുക എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈഫ് കണ്ടീഷൻ ദെൻ സ്റ്റേറ്റ്മെന്റ്, എൽസ് ഇഫ് കണ്ടീഷൻ ദെൻ സ്റ്റേറ്റ്മെന്റ്, എൽസ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഈഫ്. നമ്മൾ സിയിലൊക്കെ എങ്ങനെയാണോ ഈഫ് എൽസ് ഇഫ് എഴുതുന്നത് സെയിം പോലെ തന്നെയാണ് അഡ എന്ന് പറയുന്ന ലാംഗ്വേജസിൽ എഴുതുന്നത്. ആ ഒരു ഡിഫറൻസ് വരുന്നത് ലാസ്റ്റ് ഒരു എൻഡ് ഈഫ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വരും. ഓക്കെ, ഈഫ് എൽസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു എൽസ് വരും. അത് നമ്മൾ സാധാ നമ്മളെ എല്ലാ ലാംഗ്വേജ് നമ്മൾ പഠിച്ചിരിക്കുന്ന ലാംഗ്വേജസിൽ എഴുതിയതുപോലെ തന്നെ, പക്ഷെ ലാസ്റ്റ് എന്ത് വരും? എൻഡ് ഈഫ്. ഓക്കെ, അതാണ് ഒരു ഡിഫറൻസ്. ഇനി അടുത്തത് അൽഗോൾ 60 എന്ന് പറയുന്ന ലാംഗ്വേജസിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അൽഗോൾ 60ൽ ഈഫ് കണ്ടീഷൻ ദെൻ സ്റ്റേറ്റ്മെന്റ്, ഈഫ് എൽസ് ഈഫ് കണ്ടീഷൻ ദെൻ സ്റ്റേറ്റ്മെന്റ്. അൽഗോൾ 60ൽ നമ്മൾ സിയിൽ പോലെ തന്നെയാണ് എഴുതുന്നത്. അഡാല് എന്താണ് ഡിഫറൻസ്? ലാസ്റ്റ് ഒരു എൻഡ് ഈഫ് വരുന്നുണ്ട്. മോഡുല എന്ന് പറയുന്ന ലാംഗ്വേജസിൽ എൽസ് ഈഫ് എ ഈക്വൽ ടു ബി, ദെൻ ഈക്വൽ ടു ബി ആണെങ്കിൽ ദെൻ ആണ്. അതായത് ദെൻ എന്ന് പറയുന്ന ഒരു കീവേഡ് കൂടെ യൂസ് ചെയ്യും. എൽസ് ഇഫ് എ ഈക്വൽ ടു സി ആണെങ്കിൽ ദെൻ നമ്മൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് അത് എക്സിക്യൂട്ട് ചെയ്യും. എൽസ് ഇഫ് എ ഈക്വൽ ടു ഡി ദെൻ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം എൽസ് പ്ലസ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. എൻഡ്. ഓക്കെ, മോഡുല 2ൽ ഈഫ് എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇഫ് എ ഈക്വൽ ടു ആണെങ്കിൽ ദെൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ വരും. മറ്റ് നമ്മൾ അഡയിൽ എന്താണ് ലാസ്റ്റ് എൻഡ് ഈഫ് പോലെ ഇവിടെയും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ലിസ്പിൽ നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ, ലിസ്പ് ഒരു പ്രിഫിക്സ് ഫോളോ ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. പ്രിഫിക്സ് നൊട്ടേഷൻ ഫോളോ ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ലിസ്പ് എന്ന് പറയുന്നത്. ലിസ്പിൽ നമ്മൾ ഈഫിന് പകരം COND എന്നാണ് യൂസ് ചെയ്യുന്നത്. കണ്ടീഷൻ, COND കണ്ടീഷൻ. ഈഫ് എൽസ് ഈഫിന്റെ ലിസ്പിൽ എങ്ങനെയാണ് ഈഫ് എൽസ് ഈഫ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. COND നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് ലിസ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിതിൽ 4th മോഡ്യൂളിലൊക്കെ ഫംഗ്ഷണൽ ലാംഗ്വേജസിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാന്നുള്ളൂ. ഓക്കെ, കണ്ടീഷൻ. അതിനുശേഷം നമ്മളെ ഇത് എഴുതുമല്ലോ, അതായത് ഈഫ് നിങ്ങൾ എഴുതുന്നുണ്ടല്ലോ ഈഫ് എ ഈക്വൽ ടു ബി, അതുപോലെ കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇതിപ്പോൾ നമ്മൾ കണ്ടീഷൻ ആദ്യത്തെ കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്തു, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, ആദ്യത്തെ കണ്ടീഷനാണ് ഈ ബ്രാക്കറ്റ്. അതിനുശേഷം എ ഈക്വൽ ടു ബി ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇവിടെയുള്ള ബ്രാക്കറ്റ് ലാസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്യും. ഫസ്റ്റത്തെ കണ്ടീഷൻ കഴിഞ്ഞു. ഇനി ഈ എ ഈക്വൽ ടു ബി അല്ലെങ്കിൽ തൊട്ടടുത്ത കണ്ടീഷനിലേക്ക് വരും. തൊട്ടടുത്ത കണ്ടീഷൻ തുടങ്ങി എ ഈക്വൽ ടു സി. അതാണ് ഇവിടെ ഈക്വൽ ടു ഒരു സിംഗിൾ ഈക്വൽ ടു മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഈക്വൽ ടു ആണ് ലിസ്പിൽ യൂസ് ചെയ്യുന്നത്. എ ഈക്വൽ ടു സി ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ സെക്കൻഡ് കണ്ടീഷൻ ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ കണ്ടീഷന്റെ ഉള്ളിൽ എ ഈക്വൽ ടു ഡി ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ ഉള്ളിലെ സാധനം എക്സിക്യൂട്ട് ചെയ്യും. ലാസ്റ്റ് കണ്ടീഷൻ ക്ലോസ് ചെയ്യും. ഇനി ഇതൊന്നുമല്ല കണ്ടീഷൻ എങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? എൽസ് പാർട്ടിൽ എക്സിക്യൂട്ട് ചെയ്യാം. എൽസ് പാർട്ടിന് പകരം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ടി എന്ന് പറയുന്ന വേരിയബിൾ ആണ്. ടി ആണ് എൽസിന് വേണ്ടി നോട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എൽസ് പാർട്ടിന്റെ ഉള്ളിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇഫ് ഒന്നും കൊടുക്കുന്നില്ല. എന്താണ്? ഇതാണ് ഒരു കണ്ടീഷന്റെ സ്റ്റാർട്ടിങ്, അടുത്ത കണ്ടീഷന്റെ സ്റ്റാർട്ടിങ്, അടുത്ത കണ്ടീഷന്റെ സ്റ്റാർട്ടിങ്. ഓക്കെ, COND ആദ്യമേ കോമൺ ആയിട്ടൊരു കീവേഡ് കൊടുക്കും. ഇതാണ് എൽസ് ഈഫിന്റെ ലിസ്പിലുള്ള റെപ്രസെന്റേഷൻ. മോഡുലയിലുള്ള റെപ്രസെന്റേഷൻ ഇതാണ്. അൽഗോൾ 16ലുള്ള റെപ്രസെന്റേഷൻ. അഡ ലാംഗ്വേജ് സി അറിയാം, CPP അറിയാം, ജാവയിൽ എങ്ങനെയാണെന്ന് അറിയാം. എൽസ് ഈഫ് അഡ ലാംഗ്വേജസിൽ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. മോഡുല 2ൽ എങ്ങനെയാണെന്ന് പഠിച്ചു. ലിസ്പിൽ എങ്ങനെയാണെന്ന് പഠിച്ചു. അൽഗോൾ 60ൽ എങ്ങനെയാണെന്ന് പഠിച്ചു. ഓക്കെ.